നമസ്തേ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതാണ്: കിടന്നുകൊണ്ടും നമുക്ക് ആഹാരം വളരെ എളുപ്പത്തിൽ ദഹിപ്പിക്കാം. പലർക്കും ഈ ഒരു സബ്ജക്റ്റ് എളുപ്പം മനസ്സിലാവുകയില്ല. നാം സാധാരണ യോഗയിലൊക്കെ കാണുന്നത് പോലെ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾക്ക് വജ്രാസനമൊക്കെ ചിലർ നിർദ്ദേശിക്കാറുണ്ട്. അതായത് വജ്രാസനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ചു നേരം ഭക്ഷണം കഴിച്ച ഉടനെ ഇങ്ങനെ ഇരുന്നാൽ മതിയാകും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ദഹനം സംഭവിക്കും. പക്ഷേ ചിലർക്കൊരു ശീലമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണം കഴിഞ്ഞ ഉടനെ കിടക്കുവാനായിട്ട് ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് അവർ കൈയൊക്കെ കഴുകി പാത്രമൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വന്ന് കിടക്കാറുണ്ട്. ചിലര് ഉറങ്ങാറുമുണ്ട്. ഇനി അങ്ങനെ ആയാലും നമ്മുടെ ശരീരത്തിന് അധികം കേടുപാടുകളില്ലാതെ ഭക്ഷണം ദഹിപ്പിക്കുവാനുള്ള ഒരു എളുപ്പ വഴി, അതായത് നാം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഉടനെ ഇടത് സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുക. ഇതാ ഇങ്ങനെ. ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം വളരെ എളുപ്പം ദഹിക്കുവാൻ ഇത് സഹായിക്കും. ഇനി നിങ്ങൾക്കൊരു തലയിണ ഉപയോഗിക്കണമെങ്കിൽ അതും ആകാം. ഇനി കൈയുടെ പുറത്താണെങ്കിൽ ഇങ്ങനെയും ആകാം. രണ്ടായാലും നല്ലത് തന്നെ. അപ്പോ ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, നാം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ നമ്മുടെ പിംഗള നാഡി പ്രവർത്തിക്കുകയും നമ്മുടെ വലത് മൂക്കിലൂടെയുള്ള ശ്വാസം ഒഴുകിക്കൊണ്ടിരിക്കുകയും ഇടത് ഭാഗത്തെ മൂക്ക് അടയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വലത് മൂക്കിലൂടെ ശ്വാസം ഒഴുകുന്ന സമയം നമ്മുടെ ഭക്ഷണം വളരെയധികം എളുപ്പത്തിൽ ദഹിക്കുവാൻ സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലും നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇടത് ചരിഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖവും വളരെ എളുപ്പം കുറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എങ്കിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 25-30 മിനിറ്റ് ഇങ്ങനെ ഇടത് ഭാഗത്തോട്ട് തലവെച്ച് കിടന്നതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ ചൂട് ചിലപ്പോൾ ക്രമാതീതമായി വർദ്ധിച്ചു എന്ന് വരാം. അപ്പോൾ ഉറക്കത്തിന് തടസ്സം നേരിടുകയാണെങ്കിൽ നേരെ വലതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുക. അതായത് നമ്മുടെ വലതു ഭാഗം കിടക്കയിൽ അമർന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കവും വളരെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. ചിലരൊക്കെ ഉണ്ടാവും ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്ന ചിലരുണ്ട്. അപ്പോ അവരുടെ വലത് മൂക്കായിരിക്കും ഒരുപക്ഷെ ധാരാളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ വലത് സൈഡിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇടനാഡി ഓപ്പൺ ആവുകയും ഇടത് മൂക്കിലൂടെ ശ്വാസം ഒഴുകുകയും നിങ്ങൾക്ക് സുഖകരമായ ഒരു ഉറക്കം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.